ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരുടെയും എല്ലാവിധ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നാം കേട്ടു തുടങ്ങിയത് സൂറത്തുൻ നിസാ, സ്ത്രീകൾ എന്ന അധ്യായമാണ്. അതിലെ 2 ആയത്തുകളാണ് നമ്മളിപ്പോൾ പാരായണം ചെയ്തു കേട്ടത്. ഈ 2 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അതിലൊന്നാമത്തത് അനാഥകളുടെ സ്വത്ത്, അനാഥകളുടെ സമ്പത്ത്, അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. രണ്ടാമത്തത് വിവാഹമാണ്. സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിനെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വആതുൽ യതാമ അംവാലഹും, അനാഥകളുടെ സ്വത്ത് അവർക്ക് നിങ്ങൾ വിട്ടുകൊടുക്കുക. അനാഥകളുടെ സ്വത്ത് അവർക്ക് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ ചെറുപ്രായത്തിൽ അവരുടെ സ്വത്തുക്കളെ അന്യാധീനപ്പെട്ടു പോകാതെ സംരക്ഷിക്കുകയും അവർ പ്രായമായി കഴിഞ്ഞാൽ, പക്വമായി കഴിഞ്ഞാൽ, കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവർക്ക് കഴിവും പ്രാപ്തിയുമായി കഴിഞ്ഞാൽ അവരുടെ സ്വത്ത് അവരുടെ കൈകളിലേക്ക് യാതൊരു കുറവുമില്ലാതെ ഏൽപ്പിച്ചു കൊടുക്കും. കാരണം അനാഥകളുടെ സ്വത്ത് ഭക്ഷിക്കുക എന്ന് പറയപ്പെടുന്നത് നരകത്തിലെ തീ തിന്നുന്നതിനെ പോലെയാണ്. നഊദുബില്ലാ, അല്ലാഹ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അനാഥകളുടെ പേരിൽ ലഭിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കൈവശമുള്ള 1 രൂപ പോലും നമുക്കത് എടുത്ത് ഉപയോഗിക്കൽ അനുവദനീയമല്ല. നോക്കൂ, തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നു, വലാ തതബദ്ദലുൽ ഖബീസ ബിത്വയ്യിബ്, അവരുടെ നല്ല സമ്പത്തിനെ നിങ്ങൾ ചീത്തയാക്കി മാറ്റരുത്. അവരുടെ നല്ല സമ്പത്തിനെ നിങ്ങൾ മോശമാക്കി മാറ്റരുത്, ചീത്തയാക്കി മാറ്റരുത് എന്ന് പറഞ്ഞാൽ അവരുടെ ഹലാലായ സമ്പാദ്യത്തിനെ നിങ്ങൾ ഹറാമായ സമ്പാദ്യത്തിലേക്ക് ആക്കരുത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, അവരുടെ 1 ലക്ഷം രൂപ നമ്മുടെ കൈവശമുണ്ട്. നമുക്ക് തോന്നുകയാണ്, ആ 1 ലക്ഷം രൂപ എന്തിനാ അവിടെ വെറുതെ കിടക്കുന്നത്, അത് ബാങ്കിൽ കൊണ്ടിട്ടാൽ എന്താകും, പലിശ കിട്ടും. വേറെ ആർക്കെങ്കിലും ഒക്കെ നമുക്ക് വട്ടിപ്പലിശയ്ക്ക് കൊടുക്കാം. അപ്പൊ അവരുടെ 1 ലക്ഷം രൂപ അവിടെ കിടക്കുകയും ചെയ്യും. അതിനകത്തൂടെ വരുന്ന പലിശ നമുക്കത് ഉപയോഗിക്കുകയും ചെയ്യാം എന്ന് കരുതുകയാണ്. ഒരിക്കലും അങ്ങനെ പാടില്ല, ഒരിക്കലും പാടില്ല. ഹലാലായ മാർഗത്തിൽ വേണമെങ്കിൽ അതിനെ ചിലവഴിക്കപ്പെടാം. അവർക്കതുകൊണ്ട് ഉപയോഗവും ഉപകാരവും ലഭിക്കും എങ്കിൽ മാത്രം. അല്ല എങ്കിൽ അതങ്ങനെ തന്നെ അങ്ങനെ വിട്ടേക്കുക. കാര്യപ്രാപ്തി എത്തുമ്പോൾ അവരുടെ കൈകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. അതേപോലെ തന്നെ വലാ തഅ്കുലു അംവാലഹും ഇലാ അംവാലിക്കും, മൂന്നാമത്തത് അവരുടെ സ്വത്തും നിങ്ങളുടെ സ്വത്തും തമ്മിൽ കൂട്ടിച്ചേർത്ത് കലർത്തി നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യരുത്. അവരുടെ സ്വത്തും നിങ്ങളുടെ സ്വത്തും തമ്മിൽ കൂട്ടിച്ചേർത്ത് നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിച്ചു പോകരുത്. ഇന്നഹു കാന ഹൂബൻ കബീറ, അല്ലാഹു പറഞ്ഞു, അത് ഏറ്റവും വൻപാപമാണ്, ഏറ്റവും വലിയ കുറ്റമാണ്, കൊടും പാപമാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അനാഥകളുടെ സ്വത്തിനെ സംബന്ധിച്ച് 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, അനാഥകളുടെ ചെറുപ്രായത്തിലാണെങ്കിൽ അവരുടെ സ്വത്തിനെ വേണ്ട രൂപത്തിൽ സംരക്ഷിച്ച് പരിപാലിച്ച് അതിനുശേഷം അവർ കാര്യപ്രാപ്തി എത്തുമ്പോൾ അവരുടെ കൈകളിലേക്ക് തന്നെ എന്ത് ചെയ്യണം, തിരിച്ചു കൊടുക്കുക. രണ്ടാമതായിട്ട് പറഞ്ഞത്, അവരുടെ ഹലാലായ നല്ല സ്വത്തിനെ, സമ്പത്തിനെ ഹറാമുമായിട്ട് നിങ്ങൾ കൂട്ടിക്കലർത്താൻ പാടില്ല. അതായത് അവരുടെ നല്ല മുതലുകളെയൊക്കെ ഇങ്ങോട്ട് വാങ്ങിയിട്ട് പകരം ചീത്ത മുതലിനെ കൊടുക്കുക. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 1 ലക്ഷം രൂപ അവരുടെ ഹലാലായ മുതലുണ്ട് എങ്കിൽ
ആ ഹലാലായ മുതലിനെ വേറെ ഹറാമായ മാർഗത്തിലേക്ക് ചിലവഴിച്ചിട്ട് ഹലാലിനെ പിടിച്ചു വെച്ചിട്ട് ഈ ഹറാമിനെ അവരിലേക്ക് കൊടുക്കുക, പകരം കൊടുക്കുക. ഒരിക്കലും പാടില്ല. മൂന്നാമതായിട്ട് പറഞ്ഞു, ഒരിക്കലും നമ്മളുടെ ഉപജീവനത്തിൽ നമ്മുടെ സമ്പത്തിലേക്ക് അവരുടെ സമ്പത്ത് കൂടി കലരാൻ പാടില്ല, കലർത്തി അതിലത് ഭക്ഷിക്കാൻ പാടില്ല. വളരെ സൂക്ഷ്മത പാലിക്കണം അനാഥകളുടെ സ്വത്തിനെ സംബന്ധിച്ച്. നമ്മളൊന്നും അനാഥ പരിപാലനമൊന്നും നടത്തുന്നില്ല. ഒരുപക്ഷെ ആരെങ്കിലും കൈകളിലേക്ക് അങ്ങനെ അനാഥകളുടെ മക്കളോ അനാഥകളോ അവരുടെ സ്വത്തുക്കളോ കൈകളിലേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ അത് കൈകാര്യം ചെയ്യേണ്ട രീതിയെ സംബന്ധിച്ചാണ് ഈ പറയപ്പെട്ടത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അത് കൊടുംപാപമാണ്. രണ്ടാമത് പറഞ്ഞു, വഇൻ ഖിഫ്തും അല്ലാ തുഖ്സിതു ഫിൽ യതാമാ, അനാഥകളുടെ വിഷയത്തിൽ നിങ്ങൾക്ക് അനാഥ പെൺകുട്ടികളുടെ വിഷയത്തിൽ നീതി കാണിക്കാൻ കഴിയുന്നില്ല എന്ന് നിങ്ങൾ ഭയപ്പെടുകയാണ് എങ്കിൽ ഫംകിഹൂ മാ ത്വാബ ലക്കും മിനൻ നിസാഇ മസ്നാ വസുലാസ വറുബാ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്ത്രീകളിൽ നിന്ന് 2, 3, 4 ആളുകളെ നിങ്ങൾ വിവാഹം കഴിച്ചുകൊള്ളുക. فَإِنْ خِفْتُمْ أَلَّا تَعْدِلُوا فَوَاحِدًا, അവരുടെ ഇടയിൽ നീതി പുലർത്താൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരൊറ്റ വിവാഹമേ പാടും. വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് അള്ളാഹുവിന്റെ. ഇതിനെ സംബന്ധിച്ച് 3 അഭിപ്രായങ്ങളുണ്ട്. 3 വ്യാഖ്യാനങ്ങൾ ഈ ആയത്തിന് നൽകിയിട്ടുണ്ട്. അതിലൊന്നാമത്തെ വ്യാഖ്യാനം ഹദ്റത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ നൽകിയ വ്യാഖ്യാനമാണ്. അതൊന്നും മറ്റൊന്നുമല്ല, അനിസ്ലാമിക കാലഘട്ടത്തിൽ അഥവാ ഈ നിയമം ഇറങ്ങുന്നതിന് മുമ്പ് അനാഥകളായ പെൺമക്കളെ അവരുടെ ധനവും അവരുടെ സൗന്ദര്യവും കണ്ടിട്ട് അവരെ വിവാഹം കഴിക്കുക, യഥേഷ്ടം അവരെ വിവാഹം കഴിക്കുകയും എന്നിട്ട് അവരുടെ സമ്പത്ത് തട്ടിപ്പറിച്ചെടുത്തിട്ട് അവരെ വല്ലാതെ മാനസികമായി ശാരീരികമായി അവരെ അടിച്ചമർത്തുകയും അവരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുകയും അവരെ ബുദ്ധിമുട്ടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. കാരണം ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ, അനാഥകളാണല്ലോ. ആ അനാഥകളുടെ സ്വത്ത് മോഹിച്ച് അല്ലെങ്കിൽ അവരുടെ സൗന്ദര്യം മോഹിച്ചിട്ട് യഥേഷ്ടം എന്ത് ചെയ്യുമായിരുന്നു? വിവാഹം കഴിക്കുമായിരുന്നു. ഇസ്ലാമിന്റെ ആരംഭ കാലഘട്ടം. ഇന്ന് നിയമം ഇറങ്ങിയിട്ടില്ല. ചിലർക്കൊക്കെ 5, 6, 7, 8, 9, 10 ഭാര്യമാർ ഒരേ സമയം ഉണ്ടായിരുന്നു. നോക്കൂ നിങ്ങൾ, ഒരു സംഭവം പറയുന്നുണ്ട്. ത്വാഇഫിലെ നേതാവായിരുന്ന ഗൈലാൻ അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹത്തിന് 10 ഭാര്യമാരുണ്ടായിരുന്നു. 10 ഭാര്യമാർ. അങ്ങനെ പല സഹാബാക്കളും അവർ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ 9, 8, 7 ഭാര്യമാർ അവർക്കുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾക്ക് 4 വരെ ആകാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എപ്പോ ഈ ഭാര്യമാരുടെ ഇടയിൽ നിങ്ങൾക്ക് നീതി പുലർത്താൻ, നിങ്ങൾ ഈ അനാഥകളുടെ വിഷയത്തിൽ നിങ്ങൾക്ക് നീതി പുലർത്താൻ നിങ്ങൾ ഭയപ്പെടുന്നുവെങ്കിൽ 4 മതിയാക്കിക്കോ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ 4നെ വിവാഹം കഴിക്കണം നിർബന്ധമാണ് എന്ന് തെറ്റിദ്ധരിച്ചവരുണ്ട്. ഇന്ന് അങ്ങനെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. മുസ്ലിങ്ങൾക്ക് ഇഷ്ടം പോലെ കെട്ടാം, നടന്ന് കെട്ടാം, അവർക്ക് 4 വരെ കെട്ടാം എന്ന് പറയപ്പെടുന്ന ആ ഇസ്ലാമിനെതിരെ വിമർശിക്കുന്ന ഒരു വിമർശകന്മാരുടെ ഒരു കാര്യമാണ്. ഇതിനകത്ത് 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, യഥേഷ്ടം വിവാഹം കഴിക്കാൻ ഇസ്ലാം പ്രോത്സാഹനം നൽകുന്നില്ല. ബഹുഭാര്യത്വം, ഒന്നിലധികം ഭാര്യമാരെ അല്ലെങ്കിൽ ഒന്നിലധികം സ്ത്രീകളെ വിവാഹം കഴിക്കുന്നത് അള്ളാഹു അനുവദനീയമാക്കിയിരിക്കുകയാണ്. കാരണം അത് തടയപ്പെട്ടിരുന്നുവെങ്കിൽ പല പുരുഷന്മാരും ആദ്യത്തെ വിവാഹം അല്ലെങ്കിൽ ആദ്യത്തെ ഒരു വിവാഹം കഴിച്ച്
ആ വിവാഹത്തിലെ തന്റെ സഹധർമ്മിണിയായ തന്റെ ഇണയായ പെണ്ണ് രോഗിയായി മാറുകയോ കിടപ്പ് രോഗിയായി മാറുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ ഈ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ വലയേണ്ടി വരും. അവൻ വലഞ്ഞു പോകും. രണ്ടാമത് വിവാഹം കഴിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ അതിനെന്താ ചെയ്തത്? അവിടെ എന്ത് ചെയ്തു? അനുവാദം നൽകി. രണ്ടാമതൊരു വിവാഹം നിനക്ക് വിവാഹം കഴിക്കാം. അതേപോലെ തന്നെ വിധവകളുണ്ട്. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ വിധവകൾ എന്ന് പറയപ്പെടുന്നത് നിത്യസംഭവമായിരുന്നു. അവരുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ ആളുകളില്ലാതെ വല്ലാതെ പ്രതിസന്ധിയിലായിരുന്നു, വല്ലാതെ പ്രയാസമായിരുന്നു. അവരുടെ കുടുംബങ്ങൾ അനാഥമായി പോയിക്കൊണ്ടിരുന്നു, അവരുടെ മക്കൾ പാഴായി പോയിക്കൊണ്ടിരുന്നു. ഈ സന്ദർഭങ്ങളിൽ, ഈ ഘട്ടങ്ങളിലൊക്കെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഒന്നിലധികം വിവാഹം കഴിക്കാൻ എന്താണ് അവർക്ക് അനുവാദം നൽകി. നിർബന്ധമാണെന്ന് പറഞ്ഞില്ല, നിർബന്ധമാണെന്ന് പറഞ്ഞു. നോക്കൂ, രണ്ടാമത്തെ അഭിപ്രായം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ ശിഷ്യനായ മറ്റൊരു ഖുർആൻ വ്യാഖ്യാതാവാണ് ഇക്രിമ റളിയല്ലാഹു അൻഹു. ഇവർ പറയുന്നു, അനിസ്ലാമിക കാലഘട്ടത്തിൽ വിവാഹത്തിന് യാതൊരു പരിധിയുമില്ലായിരുന്നു. യാതൊരു പരിധിയില്ല. നടന്ന് കെട്ടുക, പോകുന്നിടത്തെല്ലാം കെട്ടുക. 10ഉം 15ഉം ഒക്കെ വിവാഹം കഴിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. 10 ഭാര്യമാരെക്കാൾ ചിലര് സ്വീകരിച്ച് ഭാര്യമാരാക്കി വെച്ചിരുന്നു. അവര് യഥാർത്ഥത്തിൽ ആ ഭാര്യമാരോടുള്ള ഹക്കുകൾ അവർ പാലിച്ചിരുന്നില്ല. അവരുടെ സ്വത്തും അവരുടെ സൗന്ദര്യവും കവർന്നെടുക്കുക മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. അങ്ങനെ ഒരു ദുരാചാരത്തിന്റെ നടുവിലാണ് 4 കൊണ്ടിട്ട് പരിമിതപ്പെടുത്താൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ടെന്താ, ഈ ആയത്ത് ഇറങ്ങിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ ത്വായിഫിലെ ഗോത്രത്തലവനായ ഗൈലാൻ എന്ന് പറയുന്നയാൾ ഇസ്ലാം മതം സ്വീകരിച്ച് കടന്നു വരുമ്പോ അദ്ദേഹം പറഞ്ഞു, നബിയെ, എനിക്ക് 9 ഭാര്യ 10 ഭാര്യമാരെനിക്കുണ്ട്, 10 ഭാര്യമാരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 4 പേരെ അതിൽ നിന്ന് നിനക്ക് നിലനിർത്താം, സ്വീകരിച്ച് നിലനിർത്താം, ബാക്കിയുള്ളവരെ ഒഴിവാക്കിയേ പറ്റൂ. ഈ ഭാര്യമാരുടെ ഇടയിൽ നീതി പുലർത്താൻ നിനക്ക് കഴിയുന്നില്ല, അതിന് കഴിയത്തില്ല എന്ന് നീ ഭയപ്പെടുകയാണെങ്കിൽ ഒന്നുകൊണ്ട് നിർത്തിക്കൊള്ളണം. ഒന്നേ പോലെ. എന്താ നീതി എന്ന് പറഞ്ഞാൽ? നീതി എന്ന് പറഞ്ഞാൽ എന്താ? നീതി എന്ന് പറയപ്പെടുന്നത് ജീവിത വിഭവങ്ങളിൽ എന്നതുപോലെ തന്നെ സഹവാസത്തിലും അതേപോലെ തന്നെ മറ്റ് എല്ലാ വിഷയത്തിലും നീതി പുലർത്തിയിരിക്കണം. ഇപ്പൊ 2 ഭാര്യമാരുണ്ട്. ആ 2 ഭാര്യമാർക്കും ഒരേപോലെയാണോ ചെലവിന് കൊടുക്കുന്നത്? അതേപോലെ തന്നെ അവരുമായിട്ടുള്ള ദിവസങ്ങൾ, അവരുമായിട്ടുള്ള സഹവാസം, അവരുമായിട്ടുള്ള കഴിയൽ, വീടുകൂടൽ, അത് നീതിയോടുകൂടിയായിരിക്കണം. അങ്ങനെ എല്ലാ വിഷയത്തിലും ഒരു ഭാര്യയോട് മറ്റൊരു ഭാര്യയേക്കാൾ അമിതം അത് പാടില്ല. ഒരു കൂടുതൽ അടുപ്പം, ഒന്നിനെ വലിയ പരിഗണനയൊന്നുമില്ല, ഇതിന് വലിയ പരിഗണനയാണ്, അതൊന്നും പറ്റൂല. അങ്ങനെ ചെയ്താൽ എന്താ വരിക? അങ്ങനെ ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫശിഖുഹു മാഇലുൻ, നാളെ ഖിയാമത്ത് നാളിൽ വലതുവശം വശിഖുഹു മാഇലുൻ, അവരുടെ വലതുവശം ചരിഞ്ഞവരായിട്ട്, മുടന്തനൊന്നും അല്ലായിരുന്നു, നല്ല ആരോഗ്യവരായിരുന്നു. അവിടെ ഖിയാമത്ത് നാളിൽ അവർ വരുന്നത് ഒരു വശം തളർന്നവരായിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് അവിടെ വെച്ച് കാണാൻ പറ്റും ആർക്കൊക്കെ എത്ര എണ്ണം ഉണ്ടായിരുന്നു, ഒറിജിനൽ എത്രയായിരുന്നു, ഡ്യൂപ്ലിക്കേറ്റ് എത്രയായിരുന്നു, അന്ന് അവിടെ കാണാൻ പറ്റും. നാട്ടിൽ ഒന്ന്, അങ്ങ് വേറൊന്ന്. പരിശുദ്ധമായ ഖുർആൻ നീതി പറഞ്ഞു, നിങ്ങൾക്ക് നീതി പാലിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ മറ്റൊരു വിവാഹം കഴിക്കുന്നതുകൊണ്ടിട്ട് യാതൊരു കുറ്റമില്ല. സാന്ദർഭികമായി ഞാനൊരു കാര്യം പറഞ്ഞോളൂ. ഇപ്പോ 10ഉം 50ഉം 60ഉം വയസ്സായ ആളുകൾ, ഭാര്യ മരണപ്പെട്ടു, മക്കള് മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കുന്നില്ല, അത്തായിട്ട് മറ്റൊരു വിവാഹം കഴിച്ചു കൊടുത്ത് സമ്മതിക്കാത്ത എന്താണ്? 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അത്ത രണ്ടാമത് കെട്ടി എന്ന് പറയപ്പെടുന്നൊരു മാനഹാനി, അത് മാനഹാനിയല്ല. രണ്ടാമത്തത്, ഈ രണ്ടാമത് വരുന്ന സ്ത്രീക്ക് ഈ സ്വത്തിൽ നിന്ന് അവകാശം കൊടുക്കേണ്ടി വരുമോ എന്നുള്ളൊരു ചിന്താഗതി. ഇത് രണ്ടും തെറ്റാണ്.
രണ്ടും തെറ്റാണ്. എന്റെ ശബ്ദം കേൾക്കുന്നവർ ഈ ഖുർആൻ ക്ലാസ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ കേൾക്കുന്ന ആളുകൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. 50-ഉം 60-ഉം വയസ്സിൽ ഉമ്മ മരണപ്പെട്ടു പോയി ഉപ്പ ഒറ്റപ്പെടുകയാണ് എങ്കിൽ തീർച്ചയായും ആ ഉപ്പയെ പ്രേരിപ്പിച്ച് രണ്ടാമതൊരു വിവാഹം നിങ്ങൾ കഴിപ്പിക്കണം, കഴിച്ചു കൊടുക്കണം. മക്കൾ ഉത്തരവാദിത്തപ്പെട്ട് കഴിച്ചു കൊടുക്കണം. കാരണം ഒരു ഭാര്യ ചെയ്യുന്ന ധർമ്മവും കടമയും ഒരു മകൾക്കോ ഒരു മരുമകൾക്കോ ഒരു മകനോ ചെയ്യാൻ സാധിച്ചു എന്ന് വരികയില്ല, ചെയ്യാൻ കഴിയുകയില്ല. പരിധിയുണ്ട്, പരിമിതിയുണ്ട്. ഇന്ന് പല കുടുംബങ്ങളിലും നമ്മൾ കാണാറുണ്ട്. ഞാൻ പോയിട്ട് വാത് പറയാറുണ്ട്. രണ്ടാമത് കട്ടപ്പാട്. ഈ അടുത്ത സമയത്ത് മുളക്കഴയിൽ ഒരു സഹോദരന്റെ വീട്ടിൽ ചെല്ലുകയുണ്ടായി. രോഗബാധിതനായി കിടക്കുന്ന അദ്ദേഹത്തിന്റെ പിതാവിനെ കാണാൻ വേണ്ടി പോയതാണ്. അപ്പോ ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു, ഉദ്യോഗസ്ഥനാണ്, നല്ല ആരോഗ്യവാനാണ്, മക്കളൊന്നുമില്ല. ആദ്യത്തെ ഭാര്യ മരണപ്പെട്ടു. നമ്മുടെ കളക്ടറേറ്റിൽ ജോലി ഉണ്ടായിരുന്നവരാണ് അവർ. ഭാര്യ ഒരു മരണപ്പെട്ടു. ഏകദേശം 3 വർഷത്തോളമായി, മരണപ്പെട്ടിട്ട് 3 വർഷത്തോളമായി. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളൊരു വിവാഹം കഴിക്കണം. അപ്പൊ സഹോദരി തൊട്ടടുത്ത് താമസമുണ്ട്. സഹോദരിയാണ് ഭക്ഷണവും കാര്യങ്ങളൊക്കെ വെച്ച് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. നല്ല വരുമാനമുണ്ട്, വീടുണ്ട്, സ്വത്തുണ്ട്, പെൻഷനും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പെണ്ണിനെ പോറ്റാനുള്ള എല്ലാ കഴിവുണ്ട്. മക്കളും ഇല്ലതാണ്. ഒരമണിക്കൂറോളം അദ്ദേഹത്തിനോട് വാങ്ങു വന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല, ഇനി ആലോചിക്കാന്നാ പറഞ്ഞത്. അതുകൊണ്ട് മക്കൾ വിവാഹം കഴിച്ചു കൊടുക്കണം. മക്കള് പല പല അത്താമാരും പറയാറുണ്ട്, മക്കൾ തടസ്സവസ്ഥാണ്. എനിക്ക് കെട്ടണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ മക്കൾ സമ്മതിച്ചു അടുക്കുന്നില്ല. രണ്ടാമത്തവൻ അടുക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. മൂന്നാമത്തവൻ, മൂത്തവൻ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു ഭാര്യ ഒരു ഇണ ഇല്ലാത്തതിന്റെ വിഷമം അത് നഷ്ടപ്പെടുമ്പോഴേ അവർക്കറിയുകയുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഭർത്താവ് മരണപ്പെട്ടു പോയ യുവതികളായ സ്ത്രീകളുണ്ട്, കൊച്ചുകുട്ടികളുമായിട്ട് കഴിയുന്ന സ്ത്രീകളുണ്ട്. അവരുടെ വിഷയത്തിൽ, വിധവകളുടെ വിഷയത്തിൽ നമ്മളെല്ലാവരും ആ ഒരു പരിഗണന നമ്മൾ നൽകപ്പെടേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണ്? അസ്സാഇ അലൽ അർമിലത്തി വൽ മിസ്കിൻ. അർമിലത്ത് എന്ന് പറഞ്ഞാൽ വിധവ. ആ വിധവയെ സമുദ്ധരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം, അവരെ നല്ലൊരു യുവാവിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക, രണ്ടാമതൊരു വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക, അവർക്ക് വേണ്ടിയുള്ള ജീവിത ചെലവുകൾ എത്തിച്ചു കൊടുക്കുക, ഇതൊക്കെ രണ്ടാങ്കണത്തിൽ പോരാടുന്നതിന് തുല്യമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇൻ ഖിഫ്തും അല്ലാ തഅദിലു ഫവാഹിദ. നിങ്ങൾ 2 വിവാഹം അല്ലെങ്കിൽ 3 വിവാഹം നിങ്ങൾ കഴിച്ചു, അവരുടെ ഇടയിൽ, ഭാര്യമാരുടെ ഇടയിൽ നീതി പുലർത്താൻ നിങ്ങൾക്ക് കഴിയുന്നില്ല, ഭയപ്പെടുകയാണെങ്കിൽ 1 മാത്രം മതിയാക്കിക്കോ. അല്ലെങ്കിൽ ഔമാ മലക്കത് ഐമാനുക്കും, നിങ്ങളുടെ വലതുകരം ഉടമപ്പെടുത്തി അഥവാ അടിമ സ്ത്രീകളായ അവരെ നിങ്ങൾ നിക്കാഹ് ചെയ്ത് വിവാഹം കഴിച്ച് നിങ്ങൾ ഭാര്യമാരാക്കി കൂടെ കൂട്ടിക്കോ. ദാലിക അദ്നാ അല്ലാ തഊലു. നിങ്ങൾ പരിധി ലംഘിക്കാതിരിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിയമം നിങ്ങളുടെ മേൽ നൽകിയിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, യതീമീങ്ങളുടെ മുതലുകൾ സംരക്ഷിക്കുന്ന വിഷയത്തിലും അത് വിനിയോഗിക്കുന്ന വിഷയത്തിലും അത് കൈകാര്യം ചെയ്യുന്ന വിഷയത്തിലും അങ്ങേയറ്റത്തെ സൂക്ഷ്മത നമ്മൾ പാലിക്കണം. രണ്ടാമത്തത്, ജാഹിലിയ കാലഘട്ടത്തിൽ പരിധിയില്ലാത്ത വിവാഹങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊരു പരിധി വെച്ചു. ആ പരിധി വെക്കുമ്പോഴും നീതിയോടുകൂടി സഹവാസത്തില്, അതേപോലെ തന്നെ ചെലവിന് കൊടുക്കുന്നതില്, സഹവസിക്കുന്നതില്, യാത്ര പോകുന്നതില്, പെരുമാറ്റത്തില് എന്ന് വേണ്ട എല്ലാ നിലയിലും നീതിയോടെ കൂടി പ്രവർത്തിക്കണം. അങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ 1 കൊണ്ട് മതിയാക്കിക്കൊള്ളണം എന്ന് രണ്ടാമത്തെ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.